ഇത് ഒരു ഹോം ടൂർ വീഡിയോ ആണ്. എൻ്റെ വീട് ഷൊർണൂർ നെടുങ്ങോട്ടൂർ എന്ന സ്ഥലത്താണ്. കാട് പിടിച്ച് കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. വീട് കാണുന്ന പോലുമില്ല. മരങ്ങളുടെ ഇടയിൽ നിന്ന് വീട് കാണാനേ ഇല്ല. റോഡിൽ നിന്നിട്ടാണ് ഞാൻ സൂം ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും വീടിൻ്റെ പിക്ചർ എനിക്ക് കിട്ടിയത്. ഇതാണ് വീടിൻ്റെ ഗേറ്റ് കടന്ന് രണ്ട് സൈഡിലും നിറയെ മരങ്ങൾ, പ്ലാവ്, മുരിങ്ങ, മാവ്, മഹാഗണി, ഇരുമ്പമ്പുളി തുടങ്ങിയ മരങ്ങൾ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല തണലാണ്. അതുകൊണ്ടാണ് വീട് കാണാൻ പറ്റാത്തത്. ഇരുമ്പമ്പുളി നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ആർക്കും വേണ്ട ഇപ്പോൾ ഇരുമ്പമ്പുളിയൊന്നും. വെറുതെ കൊഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നിറയെ ഉണ്ട്. മരത്തിൻ്റെ തലപ്പിൽ പോലും കായ ഉണ്ടായിട്ടുണ്ട്. ഇടതുവശത്ത് കാണുന്ന വളപ്പ് എൻ്റെ ഏട്ടൻ്റെയാണ്. അതിൽ വീടൊന്നുമില്ല, 10 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. വലതുവശത്തും 10 സെൻറ്റ് സ്ഥലം ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് കാട് പിടിച്ച സ്ഥലങ്ങൾക്ക് നടുവിലാണ് എൻ്റെ വീട്. മഹാഗണിയാണ്, വലിയ മരമാണ്. ഇതാണ് വീടിൻ്റെ ഉമ്മറം. ഇത് ഇരുമ്പമ്പുളി വീഴുന്നത് കണ്ടോ, കൊഴിഞ്ഞ് വീഴുക. ഇതെൻ്റെ വണ്ടി പ്ലഷർ. എൻ്റെ മോൾക്ക് ജോലി കിട്ടി, ആദ്യം സാലറിയിൽ വാങ്ങിച്ചു തന്നതാണ് ആ സ്കൂട്ടി. അപ്പോൾ എൻ്റെ പഴയ പ്ലഷർ അവൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് എൻ്റെ പണി മേശ. ഞാൻ പ്രസ് ഫീൽഡാണ്, ബുക്ക് ബൈൻഡ് ചെയ്യുന്ന മേശയാണത്. എനിക്ക് ഷൊർണൂർ ഷോപ്പുണ്ടായിരുന്നു, ഉത്രട്ടാതി DTPN സ്ക്രീൻ പ്രിൻറ്റിങ്. ഇപ്പോൾ സുഖമില്ലാത്ത കാരണം വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് പെർഫറേറ്റിംഗ് മെഷീൻ. ഇത് റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചീന്തിയെടുക്കാൻ പാകത്തിന് തുളയിടുന്നൊരു മെഷീനാണ്. പെർഫറേറ്റ് മെഷീൻ പറയും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള വാട്ടർ ടാങ്ക്. തലക്കാനും ആവശ്യത്തിനുള്ള ചെടി നനയ്ക്കാനൊക്കെ വെള്ളം നിറച്ച് വയ്ക്കുന്നതാണിത്. മുകളിൽ 3 ടാങ്ക് ഉണ്ട്. കിണറില്ല, മുനിസിപ്പൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് ഞങ്ങൾ അത് തന്നെയാണ് പാചകത്തിനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. കിഴക്ക് വശത്തേക്ക് മുഖമായിട്ടാണ് വീട് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഹാളാണ്. ഞങ്ങൾ കോലായ എന്ന് പറയും. സെറ്റിയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വാമി വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട് അവിടെ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതെൻ്റെ മോളുടെ ഒരു ഗിഫ്റ്റാണത്. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാത്ത കാരണം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചതാണ്. ഇവിടുന്ന് ഹാളിൽ നിന്ന് ഒരു റൂം, ചെറിയ വീടാണ്. 1000 സ്ക്വയർ ഫീറ്റിലൊരു ചെറിയ വീട്. മുകളിൽ റൂം, താഴെ ഒരു റൂം, പിന്നെ ഒരു ഹാള്, അടുക്കള. അതായത് കോലായത്തിൽ നിന്ന് പോകുന്ന ഒരു റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡാണ്. ഇവിടെ ബാത്റൂമുണ്ട്. പഴയ വീട് ആൾട്രേഷൻ ചെയ്തെടുക്കുക കാരണം കൊണ്ട് ഉള്ളിൽ ഒരുവിധം സൗകര്യങ്ങൾ കുറവാണ്, സ്പേസ് കുറവാണ്. കോലായത്തിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന ഒരു ഹാളാണ്. ഇതാണ് എൻ്റെ വർക്കിംഗ് ഏരിയ. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. പ്രസ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. പിന്നെ തൊട്ട് പിന്നിൽ ഇതാ ഡൈനിങ് ഹാളുണ്ട്. ഡൈനിങ് ടേബിള്, കോണി റൂമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പഴയ റൂം. ഇതെൻ്റെ മോള് CA പാസ്സായിട്ട് ഞങ്ങൾ സെലിബ്രേഷന് വേണ്ടി ഒട്ടിച്ച പോസ്റ്ററാണ്. ഇതെൻ്റെ അമ്മയാണ്, മറ്റേത് അമ്മായി അച്ഛനാണ്. ഈ കോണിയുടെ അവിടെ ചെറിയൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇതാണ് എൻ്റെ അടുക്കള. ഇവിടെ നിന്നുകൊണ്ടാണ് ചെറിയ പാചകങ്ങളൊക്കെ ഞാൻ റീൽസ് ഇടുന്നത്. ചക്കരക്കിഴങ്ങ് ആവി കയറ്റുകയാണ് പുട്ടും കുറ്റിയിൽ. ഇതാണ് എൻ്റെ അടുക്കള. അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് കടന്നാൽ അവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. പുറത്ത് പാത്രം കഴുകാനുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്കുള്ള കോണിയാണിത്. ഇടുങ്ങിയ കോണിയാണ്. പഴയ റൂം പൊളിച്ചിട്ട് കോണി റൂമാക്കുക കാരണം സ്പേസ് കുറവാണ്. ഇങ്ങനെ കയറി വന്ന ഒരു ഹാളാണ്. താഴത്തെ ഹാളിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ മുകളിലൊരു ഹാൾ. ഈ സെറ്റ് താഴെ കിടന്നിരുന്നതാണ്. പുതിയത് വാങ്ങിച്ചപ്പോൾ ഇത് മുകളിലേക്ക് ഇട്ടതാണ്. ഹാളിൽ നിന്ന് ഒരു റൂം. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. ലൈറ്റ് സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് മിന്നിയിട്ടായിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്.
ഇത് ബാത്റൂം, ചെറിയ ബാത്റൂം, 6x4 സൈസിലൊരു ബാത്റൂമാണ്. അവിടെ നിന്ന് പുറത്ത് കടന്നാൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണിയാണ്. വീട്ടിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ബാൽക്കണിയാണ്. ഇവിടെ ഇരുന്ന് പുറത്തെ ഒരുവിധം കാഴ്ചകളെല്ലാം കാണാം. ഒരുപാട് ദൂരേക്ക് കാണാം. പച്ചപ്പ് പിടിച്ച സ്ഥലം. ബാൽക്കണിയിൽ ഇരുന്ന ചുറ്റുമുള്ള വീടുകളും അവിടെ തൊട്ട് മുമ്പിലൊരു കടയുണ്ട്. ആ കടയിലേക്കൊക്കെ നല്ല നോട്ടമാണ്. രാത്രി സമയങ്ങളിൽ ബാൽക്കണിയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.